ഹലോ, എങ്ങോട്ടാ എല്ലാവരും കൂടി? ചർച്ചയ്ക്ക് പോകുകയാ. ചർച്ചയോ? അതെ, കാടിന്റെ പുരോഗതിക്ക് കഴുതകളുടെ ബുദ്ധിപരമായ ശേഷി എങ്ങനെ ഉപയോഗിക്കാം, അതാണ് ചർച്ച ചെയ്യുന്ന വിഷയം. ഹാഹാ, അത് കൊള്ളാം. സൂത്ര, ബുദ്ധി എന്താണെന്ന് പിടികിട്ടി. പക്ഷെ ഈ പരമമായ എന്ന് പറഞ്ഞാൽ എന്താ? ബുദ്ധിപരമായ എന്ന് പറഞ്ഞാൽ ബുദ്ധിയെ സംബന്ധിച്ച് എന്നർത്ഥം. മനസ്സിലായോ? ഇല്ല ചേട്ടാ, എനിക്കൊരു സംശയം. ഈ ശേഷി എന്ന് പറഞ്ഞാൽ എന്താ? ആഹാ, ഇതൊന്നും അറിയാതെയാണോ ചർച്ചയ്ക്ക് പോകുന്നത്? ശേഷി എന്ന് പറഞ്ഞാൽ കഴിവ്, ശോഷിച്ചത് എന്ന് പറഞ്ഞാൽ കഴിച്ചത്. മനസ്സിലായോ വഴുതേ? ഇതൊന്നും കഴുതകൾക്ക് പറ്റിയ പണിയല്ല. കാടിന്റെ പുരോഗതിയൊക്കെ ബുദ്ധിയുള്ളവർ നോക്കിക്കോളും. അങ്ങനെ പറയരുത്. കഴുതകൾക്ക് ബുദ്ധിയുണ്ട്. ഇല്ലെന്ന് തെളിയിച്ചു തരാൻ. വേണോ? ശരു, ഇവനെ പിടിച്ച് കെട്ടിയിട്. വായിക്കാത്ത ചപ്പും ചവറും തിരിയിക്കോ. അയ്യോ, ഇനി ബാക്കി കഴുതകളെ കാണണം. ഒറ്റ എണ്ണത്തിന് ബുദ്ധിയില്ലാന്ന് ഞാൻ തെളിയിച്ചു തരാം. ചങ്ങാതിമാരെ, ഞാൻ സൂത്രൻ. വരാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറയും. ഓ, പറയുമോ? എന്നാൽ അങ്ങനെ എന്തെങ്കിലും കാര്യം പറ, കേൾക്കട്ടെ. പറയാം, ദാ കേട്ടോ. ഇന്ന് നിങ്ങളുടെ ചർച്ചയ്ക്ക് ആ ഒറ്റച്ചെവിയും കഴുത വരില്ല. ഇതാണോ വരാൻ പോകുന്ന കാര്യം? അതെ, തട്ടിപ്പ്. ചങ്ങാതിമാരെ, ഇങ്ങേര് നമ്മളെ പറ്റിക്കുക. അടിയവനെ. ബുദ്ധിമാന്മാരായ കഴുതകൾക്ക് ഇതൊന്നും മനസ്സിലാവില്ലെന്ന് കരുതിയോ മണ്ട? ഇടിയവനെ, ചവിട്ടവനെ. എന്റെ കാട്ടുമുത്തപ്പാ. ഒരുത്തന് മാത്രം കാര്യം എങ്ങനെ പിടികിട്ടി? അവനെ വിളിച്ചു ചോദിക്കാം. ഹലോ, ഒന്നിങ്ങ് വരാമോ? മിടുക്കൻ. ഞങ്ങൾ പറഞ്ഞു പറ്റിച്ചതാണെന്ന് എങ്ങനെ ഇത്ര പെട്ടെന്ന് മനസ്സിലായി? അത് വളരെ എളുപ്പമല്ലേ. ഒറ്റച്ചെവിയൻ വരില്ലെന്നല്ലേ താൻ പറഞ്ഞത്? അതാണോ വരാൻ പോകുന്ന കാര്യം? അതിനെ വരാതിരിക്കുന്ന കാര്യം എന്നാ പറയേണ്ടത്. മനസ്സിലായോ?